സുരേഷ് സാർ, നമസ്കാരം. നമസ്കാരം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ കശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. വലിയ ആക്രമണം അവിടെ അഴിച്ചുവിടുന്നു. അതിന്റെ മേഖല തന്നെ, റീജിയൻ തന്നെ മാറിയിരിക്കുന്നു. നേരത്തെ അത് കശ്മീർ താഴ്വരകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ജമ്മുവിലേക്ക് മാറിയിരിക്കുന്നു. ജമ്മുവിന്റെ ഒരു പ്രത്യേകത, അത് ചെങ്കുത്തായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്. വിവിധ വിഭാഗങ്ങൾ, ഭിന്ന വിഭാഗങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു മേഖലയാണ്. അവിടേക്ക് ഈ ആക്രമണം കൊണ്ടുവരുന്നു. അവിടെ പിടിച്ചെടുക്കുന്ന ആയുധങ്ങൾ, അതിലെ വെടിയുണ്ടകൾ ചൈനീസ് നിർമ്മിതവും തോക്കുകൾ അമേരിക്കൻ നിർമ്മിതവുമാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ കശ്മീരിൽ സംഭവിക്കുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പൊ നടക്കുന്ന ഈ പറഞ്ഞമാതിരി അറ്റാക്ക് നടക്കുന്നതെല്ലാം ജമ്മുവിലാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നടന്നതെല്ലാം വാലി എന്ന് പറയും, എന്നാൽ കശ്മീർ റീജിയനിലാണ്. ഇപ്പൊ ഈ അവിടുത്തെ ഒരു സമ്മർ സീസൺ ഇപ്പൊ സ്റ്റാർട്ട് ആയി. എന്നാൽ അവിടെയുള്ള നമ്മുടെ സ്നോ എല്ലാം മെൽട്ടായി തുടങ്ങി. അപ്പൊ ഭീകരരെല്ലാം ഈ അവിടുന്ന് പാകിസ്ഥാൻ സൈഡിൽ നിന്ന് കടന്നു വന്ന് ഇവിടെ ഈ പറഞ്ഞ മാതിരി ജമ്മു ഏരിയയിലേക്ക് എൻട്രി ആണ് ചെയ്യണത്. ഇതൊരു ചേഞ്ച് ഓഫ് സ്ട്രാറ്റജിയാണ്. ബിക്കോസ് അവര് ശ്രീനഗർ ഈ പറഞ്ഞ മാതിരി വാലി ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻ ആർമി അടിച്ച് തകർത്തു വരും, കശ്മീർ ഏരിയയിൽ. പക്ഷെ ജമ്മുവിലാണ് അവർക്കൊരു പുറത്ത് കെട്ടിക്കുന്ന ഒരു താവളം കെട്ടിക്കുന്നത്. ബിക്കോസ് അവർ വേറൊന്നുമല്ല, അവിടെ അവർക്ക് ഈ ജമ്മു ഏരിയയിൽ വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ മേലെ അറ്റാക്ക് നടക്കുന്നു. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു കേട്ടില്ലേ, എന്താണ് മോദി ചെയ്യണേ, എന്താണ് ഇന്ത്യൻ ആർമി ചെയ്യണേ, ഒന്നും ചെയ്യണില്ലല്ലോ. ഇവർ വന്ന് ഡെയിലി അറ്റാക്ക് ചെയ്യാണ്, നമ്മുടെ എത്രയോ ജവാന്മാരും ഓഫീസർമാരും വീരമൃത്യു വരിക്കുന്നു. അപ്പൊ അതിന് നിങ്ങൾ എന്താ പരിഷ്കാരം? അപ്പൊ എന്താണ് പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ട് അവിടെ. ഒന്ന്, അവിടെ എലക്ഷൻ വരാൻ പോകുന്നുണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു തലവേദന എന്ന് പറയാൻ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ്. സുപ്രീം കോടതി പറഞ്ഞു സെപ്റ്റംബറിന്റെ ഉള്ളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന്. പക്ഷെ ഇങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ അവിടുത്തെ നടത്താൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഈ പോയ ഇലക്ഷനിൽ, ലോക്സഭ ഇലക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കശ്മീരിൽ ഇന്ന് വരെ ഇല്ലാത്ത വോട്ടിംഗ് പെർസെൻറ്റേജ് ആയിരുന്നു അവിടെ നടന്നത്, ജമ്മു ആൻഡ് കാശ്മീർ. അതിൽ BJP ഓഫ്കോഴ്സ് ശ്രീനഗർ, ദാറ്റ് ഈസ് കശ്മീർ ഏരിയയിൽ BJP അവിടെ കോൺടെസ്റ്റ് ചെയ്തില്ല. അവർ ചെയ്തതെല്ലാം ജമ്മു ഏരിയയിലായിരുന്നു, പിന്നെ ലഡാക്കിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു 2 മാസം മുമ്പ് ലഡാക്കിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു അവിടുത്തെ ഒരു ക്യാമ്പയിൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവർ പറയണത് ഞങ്ങളുടെ അവിടെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് കാർഗിൽ, ലേ, ഇത് 2 ഏരിയയാണ് ലഡാക്കിലുള്ളത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫണ്ട് കിട്ടുന്നുണ്ട്. പണ്ട് 60 കോടി കിട്ടിയ സ്ഥലത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ 600 കോടി കിട്ടുന്നുണ്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. പക്ഷേ ജമ്മു കാശ്മീരിൽ എന്ത് പറ്റുന്നത്, ഈ തീവ്രവാദികൾക്ക്, എസ്പെഷ്യലി പാകിസ്ഥാനിൽ നിന്ന് വരുന്ന തീവ്രവാദികൾക്ക് ലോക്കൽ സപ്പോർട്ട് ഇപ്പം അധികം ഇല്ല. അവർക്ക് പണ്ട് നല്ല ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, ഓരോരോ വീടിൻ്റെ ഉള്ളിൽ പോയി അവരിരുന്ന് അവിടുന്നാണ് അവർ അറ്റാക്ക് ചെയ്യാറില്ല ഇന്ത്യൻ. അതേമാതിരി കല്ലേറ് ഉണ്ടാവാറുണ്ട്. ഈ എൻകൗണ്ടർ നടക്കുന്ന സമയത്ത് കല്ലേറ് ഉണ്ടാവാറുണ്ട്. ആ കല്ലേറ് ഇപ്പം നടക്കുന്നില്ല. അതെന്താണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് കാശില്ല. 500 രൂപയുടെ നോട്ട് പോയി, ഔട്ട് ഓഫ് ഫാഷൻ ആയി പോയി. 1000 രൂപയുടെ നോട്ടില്ല. അതൊക്കെ അടിച്ചു പോയി കാരണം ഇവർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവര് ടാക്ടിക്സ് മാറ്റി. ഇവര് പണ്ട് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവര് ഹിറ്റ് ആൻഡ് റൺ ടാക്ടിക്സ് ആയിരുന്നു. ദാറ്റ് ഈസ്, അവർ നിന്ന സ്ഥലത്ത് പോണ വഴിക്ക് ഒരു ഗ്രനേഡ് വലിച്ചെറിയുക. അപ്പൊ ശ്രീനഗറിലെ മാർക്കറ്റ് ആവാം, CRPFന്റെ ഒരു പോസ്റ്റ് ആവാം, അല്ലെ രാഷ്ട്രീയ അടിച്ചിട്ട് ഓടുക. ആർമി ക്യാമ്പ്, രാഷ്ട്രീയ റൈഫിൾസിന്റെ ആർമി ക്യാമ്പ്, ഇന്ത്യൻ ആർമിയുടെ ക്യാമ്പുകൾ മേലെ അവര് രാത്രി കാലത്തൊരു 3:30-4 മണി സമയത്ത് നമ്മുടെ ഈ സെൻട്രി പോസ്റ്റിലുള്ള ആൾക്കാർ കുറച്ച് റിലാക്സ്ഡ് ആയി പോകും, അല്ലെങ്കിൽ ഉറക്കം വന്നിരിക്കുന്ന ടൈപ്പ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് അവര് അവിടെ ഒരു അറ്റാക്ക് നടത്താറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന ജമ്മുവിൽ അതല്ല. അവര് നിൽക്കണത്, ഇപ്പൊ ഇവര് താവളം എടുത്തിരിക്കണതെല്ലാം നല്ലൊരു ഫോറസ്റ്റഡ് ഏരിയയാണ്, ഹൈ എലിവേറ്റഡ് ഏരിയ എന്ന് പറയും നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. അവിടെ ഇവര് തെരഞ്ഞെടുക്ക് അടിക്കാൻ വളരെ കഷ്ടമാണ്. അതാണ് നമ്മുടെ കുറെ ജവാന്മാരും ആവട്ടെ, നമ്മുടെ ഓഫീസർമാരും, ഒരു ഓഫീസർ ഥാപ്പ റീസെന്റ് കൊല്ലപ്പെട്ടു, അവിടെ വീരമൃത്യു കുറിച്ചു. അതിൽ വേറൊരു ടാക്ടിക് വരുന്നത് ഈ കോൺവോയ് അറ്റാക്ക് ചെയ്യാണ്. ദാറ്റ് ഈസ്, ഈ കോൺവോയ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രക്ക്, ഒരു 2 ടൺ 3 ടൺ ട്രക്കും അതിൻ്റെ കൂടെ ഒരു 2 ജീപ്പും അല്ലെങ്കിൽ ഒരു 3 2 ടൺ ട്രക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അവരിപ്പോൾ എന്താ ചെയ്യണമെന്ന് അതിനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യണം. നമ്മൾ കണ്ട ഒരു ബസ്സിന്റെ മേലെ ഇതേമാതിരി ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. ഡ്രൈവറെ അവർ ആദ്യം വെടിവെച്ച് കൊന്നു. ആ ബസ് പോയി ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ ചോട്ടയ്ക്ക് വീഴും. അത് കഴിഞ്ഞ് അവരെയും കൊന്നു. അവിടുത്തെ പാസഞ്ചേഴ്സിനെ അവർ ബുള്ളറ്റ് ഇഞ്ചറീസ് ആയിട്ട് അവർ മരിക്കുകയും ചെയ്തത് കുറെ പേര്. ഈ ടാക്ടിക്സ് ഇവരെ മാറ്റാൻ കാരണം എന്താണ്, ഇവരുടെ ഒരു സപ്പോർട്ട് പാകിസ്ഥാനിൽ കുറഞ്ഞു വരികയാണ്. ബിക്കോസ് പാകിസ്ഥാന്റെ അടുത്ത് ഇപ്പോൾ കാശില്ല. അവിടെയുള്ള തീവ്രവാദികൾ, അത് ജയ്ഷെ മുഹമ്മദ് ആവും, ഹർക്കത്തുൽ അൻസാർ, വേറെ കുറെ ഗ്രൂപ്പുകളുണ്ട് അവിടെ.
അവർക്ക് ഇന്നിപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റിന് അത്രയധികം സപ്പോർട്ട് കിട്ടുന്നില്ല, എസ്പെഷ്യലി ISI. അവരെ കൺട്രോൾ ചെയ്യണത് മുഴുവൻ ISI ആണ്. ഇപ്പോൾ ജമ്മു ഏരിയയിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പബ്ലിസിറ്റി കിട്ടും. അതാണ് അവർക്ക് ഈസി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു തീവ്രവാദം നിർത്തണമെങ്കിൽ വളരെ സിമ്പിളാണ്. ക്യാമറകൾ എടുത്ത് മാറ്റിയാൽ മതി അവിടെ. അതിനെപ്പറ്റി ആരും ഒന്നും പറയാണ്ടിരുന്നാൽ മതി, അന്ന് തീവ്രവാദം നിൽക്കും. പക്ഷേ ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് പബ്ലിസിറ്റിയാണ് കണ്ടത്. നമ്മൾ 26/11 കണ്ടു ബോംബെയിൽ നടന്ന ആക്ട്, നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്തു നമ്മുടെ കുറേ ചാനലുകൾ. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഈ കോൺവോയ് അറ്റാക്ക്, 2 അറ്റാക്കാണ്. ഒന്ന് കോൺവോയ് അറ്റാക്കും, രണ്ടാമത് നടക്കുന്നത് ഡയറക്റ്റ് ഇവർ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കയറിയിട്ട് ഇവർക്ക് ഇന്റലിജൻസ് ഇൻപുട്ട് കിട്ടും ഇന്ത്യൻ ആർമിക്ക്. അത് ലോക്കൽ ഇന്റലിജൻസ് ആയിരിക്കും, ഹ്യൂമൻ ഇന്റലിജൻസ്. എത്ര തീവ്രവാദികളെ കണ്ടു, അത് ഈ ബക്കർവാൽ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഈ എന്താ പറയുക ആടുകളെ മേയ്ക്കുന്ന കമ്മ്യൂണിറ്റി. അവരാണ് ആദ്യം വന്ന് പറയുക. അവരാണ് ഈ കാർഗിലും ആദ്യം ഇന്ത്യൻ ആർമി അറിയിച്ചത് അവരാണ്. അവർ ഈ ഹയർ റേഞ്ചസിലാണ് ഉണ്ടാവുക, ഈ ബക്കർവാൽസ് എന്ന ആൾക്കാർ. അവർ അവിടെ ആടുകളെ മേയിച്ചുകൊണ്ട് അവിടെ കുറേ മാസങ്ങൾ അവിടെ താമസിക്കുമായിരുന്നു. അവരാണ് ഈ പ്രാവശ്യം ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്ത്യൻ ആർമിക്ക് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ കുറേ തീവ്രവാദികൾ അവിടെ ഉണ്ട്, എത്ര പേരുണ്ട്, ഞങ്ങൾ 4 പേരെ കണ്ടു, 5 പേരെ കണ്ടു. അപ്പൊ അതിനെ ടാക്കിൾ ചെയ്യാൻ പോകുമ്പോഴാണ് ഈ എൻകൗണ്ടർ നടക്കുന്നത്. അത് നമ്മുടെ ഒരു ടാക്ടിക് മാറ്റേണ്ട വരും. ബിക്കോസ് ഇതിനു മുമ്പും സർപ്പ് വിനാശ് എന്ന് പറഞ്ഞ നമ്മളൊരു അറ്റാക്ക്, ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു ഇതേമാതിരി കശ്മീർ ഏരിയയിൽ. അതേ ഒരു ടൈപ്പ് ഒരു ഓപ്പറേഷൻ ഇപ്പൊ ഇന്നലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ ചീഫും അവിടുത്തെ ലോക്കൽ കമാൻഡേഴ്സ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു കാര്യം ഓർമ്മ വയ്ക്കണം, നമ്മൾ ഈ പൊളിറ്റിക്കൽ രാഹുൽ ഗാന്ധിയുമായുള്ള ആൾക്കാരൊന്നും ഇതിൽ സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല. ബിക്കോസ് ഇവർക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ ആർമി, നമ്മുടെ സൈന്യം അവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ സൈന്യം അവിടെ ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് മോദി ഓർഡർ കൊടുക്കുന്നില്ല. സൈന്യത്തിന് മോദി ഓർഡർ കൊടുക്കുകയല്ലേ ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ രാഹുൽ ഗാന്ധിക്ക് ഇത് സൈന്യം എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ പോലും അങ്ങേർക്കില്ല. ലോക്കൽ കമാൻഡർ ലെവലിലാണ് ഇതിന്റെ മുഴുവൻ ഓപ്പറേഷൻ നടക്കുന്നത്. അതൊരു ഒരു കമാൻഡർ ഉണ്ടാവും അവർക്ക്. സോ ആ കമാൻഡിങ് ഓഫീസറിൽ നിന്നുള്ള അവിടെ നിന്നുള്ള റാങ്കിങ്, കേണൽ ആയിട്ട് മേജർ ആവട്ടെ, അവിടുന്ന് നെക്സ്റ്റ് സുബേദാർ മേജറും പിന്നെ ഒരു ജവാന്മാരുമാണ്. ഇതൊരു ലെവൽ ഓഫ് കമാൻഡാണ്. ഇപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഇരിക്കും, ഇപ്പൊ ഒരു 4 മണി സമയം, 5 മണി സമയത്ത് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നു, എത്ര തീവ്രവാദികൾ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്, ഒരു താവളത്തിൽ ഒളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഗുഹകളിൽ ഒളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കുറെ മൗണ്ടനസ് ഏരിയയിൽ ഒളിച്ചിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? കമാൻഡർ ലെവലിൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കേണലും ഒരു മേജറും കുറെ ജവാന്മാരെയും ആ ഏരിയയിലേക്ക് വിടും. ഒരു അറ്റാക്ക് അവിടെ അപ്പം തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. എന്താണ്, ഈ ജവാൻസും ഇവർ മൂവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി ക്യാമ്പിൽ നിന്ന് ആരെങ്കിലും ചിലപ്പോൾ ഇൻഫർമേഷൻ കൊടുക്കുമായിരിക്കും ഈ തീവ്രവാദികൾക്ക്, എവിടുന്ന് എത്ര കോൺവോയ് മൂവ് ആവുന്നുണ്ട്, ഞങ്ങളിപ്പോൾ തന്നെ 5 ട്രക്ക് പോകണമെന്നുണ്ട്. അവരപ്പം തന്നെ അവിടെ റെഡി ആയിരിക്കും. അവരിയ്ക്കുന്ന ഒരു ഹൈറ്റിലാണ്, അവർക്ക് ഹൈറ്റ് അഡ്വാൻറ്റേജ്. അത് കാർഗിലിൽ നമ്മൾ കണ്ടു. കാർഗിലിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന അപ്പുറത്തെ പാകിസ്ഥാൻ സോൾജേഴ്സൊക്കെ അവരൊരു ഹൈറ്റിലാണ് ഇരുന്നത്. അത് ഏതൊരു മിലിറ്ററി ബാറ്റിലും ടാക്ടിക്കൽ ഹൈറ്റിലിരിക്കുന്നവർക്കാണ് എപ്പോഴും അഡ്വാൻറ്റേജ്. നമ്മൾ ടൈഗർ ഹില്ലിൽ ഇരുന്നാണ് അറ്റാക്ക് ചെയ്തത്. ടൈഗർ ഹിൽ, ബട്ടാലേക്ക്, നമ്മൾ ആ ഏരിയയിൽ മൊത്തം കണ്ടതാണ്. ഓക്കെ, അത് ഈ പറഞ്ഞ മാതിരി ഹൈറ്റ് ഗെയിൻ ചെയ്യണം, നമ്മൾ അവിടെ പോകണം. അവിടെ പോയി നമുക്ക് അറ്റാക്ക്. ഇത് പ്ലെയിൻ ഗ്രൗണ്ട് അല്ല. നമുക്കൊരു തീവ്രവാദ ഒരു 20 കിലോമീറ്റർ ദൂരം, 10 കിലോമീറ്റർ ദൂരം നമ്മളൊരു തെർമൽ ഇമേജിംഗ് വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊരു മൗണ്ടനസ് ഏരിയയാണ്, കുറെ കാടുമായില്ല, ശരിക്കും ഒരു വെയിൽ മോൾക്ക് നിലം തൊടില്ല, അങ്ങനത്തെ സ്ഥലങ്ങളാണത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അങ്ങോട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യണം. ഈ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജവാന്മാരും നമ്മുടെ ഓഫീസർമാരും കുറെ പേര് മരിക്കുന്നത്. ഈ കാഷ്വാലിറ്റി ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സൊല്യൂഷൻ ഇല്ല. ഇപ്പൊ നമ്മൾ ഇസ്രയേലിൽ തന്നെ കണ്ടു, ഗാസയിൽ നടക്കുമ്പോൾ തന്നെ എത്ര ഇസ്രയേലി സോൾജേഴ്സ് കൊല്ലപ്പെട്ടു. ബിക്കോസ് ഒരു ക്ലോസ് ക്വാർട്ടർ കോമ്പാറ്റ് എന്ന് പറയും. നമ്മൾ പണ്ടത്തെ മാതിരി ഇതൊരു റെഗുലർ അറ്റാക്ക് അല്ല, നമ്മളൊരു ഗരീല അറ്റാക്കാണ്. എത്ര വലിയ US ആർമിയെ വിയറ്റ്നാമില് ഒരു ചെറിയൊരു ഗരീല ആർമിയാണ് തോൽപ്പിച്ചത്. ബിക്കോസ് എപ്പോഴും പറയും, ടു ഫൈറ്റ് എ ഗരീല തിങ്ക് ലൈക്ക് എ ഗരീല. അവരുടെ അതേ മെന്റാലിറ്റിയിൽ വേണം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ. അതാണ് ഇന്നലെയും മെലിഞ്ഞാന്നായിട്ട് ഓൾമോസ്റ്റ് 500 നമ്മുടെ പാരാട്രൂപ്പേഴ്സ്, അവർ ദ ബെസ്റ്റ് പാരാട്രൂപ്പേഴ്സിനെ, അത് അവരെക്കാട്ടും സ്പെഷ്യൽ ഫോഴ്സസ് ആരും ഉണ്ടാവില്ല, അവരെ ആ ഏരിയയിൽ എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു 10-15 ദിവസം ഒരു ഭക്ഷണവും ഇല്ലാണ്ട് ഇവർക്ക് സർവൈവ് ചെയ്യാൻ അറിയാം. അവർക്ക് കാട്ടിലെ എന്താ തിന്നണ്ടേ, എന്താ കഴിക്കണ്ടെന്നൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. ആ പാരാട്രൂപ്പേഴ്സിനെയാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമി അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തേക്കുന്നത്. അവരുടെ ഒരു ചേഞ്ച് ഓഫ് ടാക്ടിക്. ബിക്കോസ് ലോക്കൽ ഏരിയയിൽ ഒരു കമാൻഡറിന് അല്ലെങ്കിൽ ഒരു സോൾജറിന് പുതിയതായിട്ട് വന്ന ആൾക്ക് അവിടെ കുറച്ച് ദിവസം പിടിക്കും അത് മനസ്സിലാക്കാൻ ആ ഏരിയ. പക്ഷെ പുതിയതായിട്ട് വന്ന ഒരാൾക്ക് ഇനിയും കഷ്ടമാണ് അത് കണ്ടുപിടിക്കാൻ ആ ഏരിയ. അപ്പോൾ കുറച്ച് സമയം എടുക്കും. പക്ഷെ കാഷ്വാലിറ്റി കുറയാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ആർമി ടാക്ടിക്കൽ വി ആർ ഫൈറ്റിംഗ് എ ഗെറില്ല വാർ. നമ്മൾ ഏതോ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഫയർ ചെയ്യുകയല്ല ചെയ്യണത്, അല്ലെങ്കിൽ ബോഫോഴ്സ് ഗൺ ഉപയോഗിച്ച് അടിക്കുകയല്ല ചെയ്യണത്. അല്ലാണ്ട് നമ്മൾ സബ്മിഷൻ ഗൺ എടുത്തിട്ട് അല്ലെങ്കിൽ ലോങ് റേഞ്ച് മിസൈൽ എടുത്തിട്ടല്ല അടിക്കുന്നത്. ഇതൊക്കെ നടക്കുന്നത്. പക്ഷെ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഡ്രോൺ.
നമ്മൾ കണ്ടിട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തിലും ഈ ഹൂത്തികൾ ഉപയോഗിക്കുന്നൊക്കെ ഡ്രോണുകളാണ്. അപ്പോൾ ഡ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമ ഷൂട്ടിങ്ങിനോ അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിന് ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഡ്രോൺ അല്ല, അത് ആം ഡ്രോൺസ് ആണ്. ഈ ആം ഡ്രോൺസ് ഉപയോഗിച്ചിട്ട്, പക്ഷേ ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളാണ്. മരങ്ങൾ ഈ പറഞ്ഞ ഒരു കാടാണ്, കാട് പിടിച്ച ഏരിയയാണ്. അങ്ങനത്തെ ഒരു ഏരിയയിൽ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ വളരെ കഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തെർമൽ ഇമേജിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇസ്രായേലുകാരെ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ കശ്മീർ ഏരിയയിലും നമ്മൾ കുറേ സക്സസ് വന്നു. അതാണ് ഹ്യൂമൻ ഇന്റലിജൻസും പ്ലസ് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റും. കാഷ്വാലിറ്റി കുറയ്ക്കാൻ സാധ്യതയില്ല. അത് ഈ പറഞ്ഞ ഒരു തീവ്രവാദം തന്നെ ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പഞ്ചാബിൽ കണ്ടതാണ് ഇതിനു മുമ്പ്. KPS സിംഗിലും അവരൊക്കെ വന്നപ്പോൾ അതിന് അടിച്ചമർത്താൻ പറ്റും. പക്ഷെ പിന്നെയും ഇപ്പോൾ ടെററിസം ഖാലിസ്ഥാൻകാർ തിരിച്ച് പഞ്ചാബിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ ഈ പ്രേക്ഷകർക്കൊരു വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് സർ പറയുകയുണ്ടായി, ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഒരു പബ്ലിസിറ്റി കിട്ടുക എന്നാണ്. അതിലൂടെ അവരെന്താണ് ലക്ഷ്യം വെക്കുന്നത്? ബിക്കോസ് ഒരു ടെററിസ്റ്റ് മൂവ്മെന്റ് നടത്തണമെങ്കിൽ അവർക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ആയുധം വേണം, കാശും വേണം. ഇതിപ്പോൾ പാകിസ്ഥാനിൽ രണ്ടും ഇല്ല, കാശും ഇല്ല, ആയുധം ഇല്ല. അവർക്ക് എവിടുന്ന് വാങ്ങുക? അവർ പോയിട്ട് എവിടുന്നാണ് ഈ ആംസ് വാങ്ങാൻ പോണത് അവർ? അപ്പോൾ ഈ ആംസ് വാങ്ങണമെങ്കിൽ അവർക്ക് കാശ് വേണം. കാശ് വേണമെങ്കിൽ അവർക്ക് ഓപ്പിയം ട്രേഡ്, പാകിസ്ഥാനിൽ നിന്നുള്ള അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്നാണ് ഈ ഓപ്പിയം വന്നത്. അത് ഒരു ഗോൾഡൻ ട്രയാങ്കിൾ റൂട്ട് എന്ന് പറയും. നമ്മുടെ മയന്മാർ സൈഡിലും ഉണ്ട്, അത് നമ്മുടെ അവിടെയുണ്ട്. മണിപ്പൂർ മയന്മാരൊക്കെ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ ആണ്. അതാണ് അവിടുത്തെ ഒരു ഇഷ്യൂ, മണിപ്പൂരിലെ ഇഷ്യൂ. എവിടെ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഈ ഓപ്പിയം വരാറുള്ളത്. അത് പാകിസ്ഥാന്റെ ത്രൂ നിന്ന് പാസ് ചെയ്യുമ്പോൾ പാകിസ്ഥാനിലെ ISIക്ക് അതിനൊരു കമ്മീഷൻ കിട്ടാറുണ്ട്. പക്ഷെ അവിടുന്ന് ഇപ്പൊ താലിബാൻ വന്നപ്പോൾ തൊട്ട് അവിടെ അവർക്ക് ആ കാശ് കിട്ടുന്നില്ല പാകിസ്ഥാനിക്കാർക്ക്. ഇൻഫാക്ട് തെഹ്രീക്കെ താലിബാനും പാകിസ്ഥാൻ ആർമിയായിട്ട് ഉഗ്രടിയാണ്. അത് കാരണം ആ കാശില്ല. അപ്പൊ ഈ ടെററിസ്റ്റിന് വേണ്ടെന്നാണ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പബ്ലിസിറ്റി കിട്ടും. പബ്ലിസിറ്റി കിട്ടിയ കാശ് കിട്ടും. ബിക്കോസ് ഇവർക്ക് കുറെ സ്പോൺസർഷിപ്പ് പാകിസ്ഥാൻ അല്ല, ഈവൻ ഗൾഫ് നാടുകളിൽ നിന്ന് വരും. ഞാൻ കുറച്ച് നാടുകളുടെ പേരെടുക്കണമെന്നുണ്ട്, പക്ഷെ ഈ ഇന്നത്തെ ഒരു പബ്ലിക് കോൺവെർസേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ട് ഡിപ്ലോമാറ്റിക്കലി നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് കൺട്രികളും നമുക്ക് ഇങ്ങനത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പിന് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും എന്നല്ല, ചില ആൾക്കാർ അവിടെ ഒരു കാശുള്ള ആൾക്കാർ ഇസ്ലാമിക് ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇവർക്ക് ബേസിക്കലി ഒന്ന് അവിടെ വരാൻ പോണ ഇലക്ഷനെ എങ്ങനെയെങ്കിലും നിർത്തണം, അതാണ് ഇവരുടെ ഫസ്റ്റ് എയിം. സെക്കൻഡ് എയിം, ഇവർക്ക് പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭാരത് സൈന്യത്തെ 10 പേരെ വധിച്ചു, അത് കാരണം ഞങ്ങൾക്ക് കാശ് വേണമെന്ന് പറയുമ്പോൾ അവർക്ക് ആരെങ്കിലും $1 മില്യൺ $2 മില്യൺ അയച്ചു കൊടുക്കും. അതുകൊണ്ട് അവർ ആയുധങ്ങൾ വാങ്ങും. ഇവ പറഞ്ഞില്ല, പാകിസ്ഥാനിലെ ആയുധങ്ങൾ കണ്ടു, ചൈനയിലെ ആയുധങ്ങൾ, ഇതൊക്കെ അവിടെ വരും. ഇതൊക്കെ ആ ബോംബുകൾ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയ ബോംബായാലും ചൈനയിൽ നിന്ന് ഉണ്ടാക്കിയ ബോംബ് ഇവരൊക്കെ കിട്ടുന്നത് തന്നെയാണ്. നമ്മൾ നോർത്ത് ഈസ്റ്റിലും കാണുന്നുണ്ട്. അത് നോർത്ത് ഈസ്റ്റ് എത്രയോ കാലമായിട്ട് അവിടെ ടെററിസ്റ്റ് മൂവ്മെന്റ് നടന്ന ഇൻസർജൻസി എന്നാണ് നമ്മൾ പറയാൻ. അതേമാതിരി ഇവരെ മെയിൻ ആയിട്ട് ഇവരെ ത്രോട്ടിൽ ചെയ്യുക എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇവരെ കഴുത്ത് ഞെക്കി കൊല്ലണമെങ്കിൽ ഇവരെ ഒറ്റ വഴിയേ ഉള്ളൂ, ഇവരെ പബ്ലിസിറ്റി കട്ട് ഡൗൺ ചെയ്യുക. അതാണ് ഇന്ത്യൻ ആർമി ചെയ്ത ഏറ്റവും നല്ലൊരു മൂവ്. ഒരു 5-6 കൊല്ലം മുമ്പ് തൊട്ട് ലൈവായിട്ട് എൻകൗണ്ടർ ടെലികാസ്റ്റ് ചെയ്യാറില്ലേ? പണ്ടൊക്കെ ഓർമ്മയുണ്ട്, ലൈവായിട്ട് അവിടെ വെടിവെപ്പ് നടക്കുമ്പോൾ എവിടുന്ന് ടെലികാസ്റ്റ് നടന്നിട്ടിരിക്കും. പാകിസ്ഥാനിൽ ഇരിക്കുന്ന നമുക്ക് ഹാൻഡ്ലേഴ്സ് കാണാൻ പറ്റും എവിടുന്നാണ് ഇന്ത്യൻ ആർമി വരുന്നത്, എത്ര പേര് വരുന്നത്. ഇപ്പൊ അതെ, മുംബൈയിലൊക്കെ നമ്മളത് കണ്ടതല്ലേ, ഇറങ്ങുന്നത് ലൈവായിട്ട് കാണിച്ചു കൊടുത്തു. കറക്റ്റ്. അത് ഇപ്പൊ ഉള്ളത് എന്താണ്, ഡെഫേർഡ് ലൈവ് എന്ന് പറയും. ദാറ്റ് ഈസ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കാണിക്കുള്ളൂ. അപ്പൊ ഈ കാണുന്ന ആൾക്ക് മനസ്സിലാവില്ല ഇത് എത്ര മണിക്കാണ് ഇത് നടന്നതെന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പൊ ഇവർക്ക് ഒന്ന് നമ്മുടെ ആർമിക്കുള്ള ഒരു കേപ്പബിലിറ്റി, ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂൾ തന്നെ നമുക്കുണ്ട്. അതിൽ നമുക്ക് കുറെ ഇങ്ങനത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് കൊടുക്കും. പാരാട്രൂപ്പേഴ്സ് പോയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി തീവ്രവാദികൾ നിർത്തുക എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനിൽ നമ്മൾ ബാലക്കോട്ട് നടത്തിയ മാതിരി അടി നടത്തണം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യണം. നമ്മൾ ഉറിയും പത്താൻകോട്ടും കഴിഞ്ഞ് ചെയ്ത മാതിരി ഇതൊരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ പറയും മോദി ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്താണ്. രാഹുൽ ഗാന്ധി ചോദിച്ച മാതിരി ബാലക്കോട്ട് പോയിട്ട് എന്ത് സാധിച്ചു, അവിടെ കുറച്ച് മരങ്ങൾ അടിച്ചു വീഴ്ത്തി, അത്രയേ ഉള്ളൂ എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളത് ചെയ്തിട്ട് ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. രാഹുൽ ഗാന്ധി ശരിക്കും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് രാഹുൽ ഗാന്ധിയിലൂടെ നടപ്പാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ലോകം ഉറ്റുനോക്കുന്നുണ്ടല്ലോ. കറക്റ്റ്, അതാണ് വേണ്ടത് അവർക്ക്. ബിക്കോസ് അവർക്ക് നമ്മൾ സീതാറാം യെച്ചൂരിയോ അല്ലെങ്കിൽ പിണറായി വിജയൻ ഈ പ്രശ്നം ചോദിച്ചാൽ നമുക്കത് നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്. പക്ഷെ രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് വേണ്ടത് എന്താണ്, മോദി ജമ്മു കാശ്മീരിൽ ഒന്നും ചെയ്യുന്നില്ല. മോദി അക്സായ് ചിൻ മറ്റേ ലഡാക്കിലുള്ള 5 കിലോമീറ്റർ ചൈനക്കാരിങ്ങോട്ട് കയറി വന്നു. നിങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അല്ല 38,000 സ്ക്വയർ കിലോമീറ്റർ ചൈനക്കാർക്ക് കൊടുത്തത്, ഇപ്പൊ അക്സായ് ചിൻ വിളിക്കുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്.
ഇപ്പൊ പറഞ്ഞില്ല, രാഹുൽ ഗാന്ധി പിന്നെയും പറഞ്ഞില്ല, ആർട്ടിക്കൽ 370 ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എടുത്തു കളയും. എന്താണ് അതിന്റെ അർത്ഥം? അവിടെ ഇനിയും തീവ്രവാദത്തെ ഹെൽപ്പ്. ഇവരെ ഉള്ള സമയത്തല്ല കുറെ തീവ്രവാദം അവിടെ കാശ്മീരിൽ നടന്ന എത്ര ഭാരത സൈനികർ മരിച്ചിട്ടുണ്ട്, അവിടെ വീരമൃത്യു. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് ഇവർക്കൊരു എക്സ്ട്രാ ഒരു എനർജി കൊടുക്കും. അതാണ് ടെററിസ്റ്റിന് വേണ്ടിയിട്ട്. അവർക്കറിയാം ഭാരത ദേശത്തിനുള്ള പാകിസ്ഥാൻകാരുടെ ആവശ്യമില്ല, ISIയുടെ ആവശ്യമില്ല, അവിടെ രാഹുൽ ഗാന്ധി ഉണ്ട്, രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളുന്നത്. അതാണ് ഇപ്പൊ നടക്കുന്നത്. രാഹുൽ ഗാന്ധി കോൺസ്റ്റന്റ്ലി ഇന്ത്യൻ ആർമിയുടെ ഒരു മൊറാൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റഫാൽ തൊട്ട് കണ്ടുവന്നതാണ്. റഫാൽ വാങ്ങാൻ പാടില്ല എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി പിന്നെയും എടുത്തിട്ടു, സുപ്രീം കോടതി ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടു. അതാണ് എൻ്റെ കാര്യം. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ടെററിസ്റ്റിന് ആക്ച്വലി ഞാൻ പറയണമെങ്കിൽ അവർക്ക് വലിയൊരു പബ്ലിസിറ്റി കിട്ടുന്ന ഒന്നാണ്. അത് നമ്മുടെ മീഡിയ പിക്കപ്പ് ചെയ്യും, സ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ മീഡിയ പിക്കപ്പ് ചെയ്ത് അതിന്റെ മുകളിലുള്ള പ്രശ്നങ്ങൾ ചോദിക്കും. അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. ഈ ഇന്ത്യൻ ആർമിയെ ഡിമോറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ചെയ്യുന്ന പരിപാടി. ബിക്കോസ് നിങ്ങൾ ഒരു ദിവസം അവിടെ പോയി താമസിക്കപ്പോൾ രാഹുൽ ഗാന്ധി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളവിടെ നിങ്ങളുടെ എയർ കണ്ടീഷൻ റൂമിൽ നിന്ന് സുഖമായിട്ട് വർത്താനം പറയാൻ ആർക്കായാലും പറഞ്ഞു. പക്ഷെ അവിടെ പോയി ആ ഗ്രൗണ്ടിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അന്ന് നിങ്ങൾക്ക് അറിയാം, ഒരു 22-23 വയസ്സായ ഒരു മേജർ മരിക്കുമ്പോൾ അന്ന് അതിന്റെ ഇമ്പാക്ട് അറിയാം. അവരുടെ അമ്മയ്ക്ക് അച്ഛനാണ് അവർക്ക് പോണത്. അന്ന് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇന്ത്യൻ ആർമി ഫൈറ്റ് ചെയ്യണത്, എന്ത് കണ്ടീഷനിലാണ് അവർ ഫൈറ്റ് ചെയ്യണത്. ഇതൊരു കൺവെൻഷണൽ വാർ അല്ല. അതാണ് ഞാൻ പിന്നെയും പറയണത്. ഇതൊരു അൺകൺവെൻഷണൽ ഗെറില്ല വാർഫെയർ ആണ്. ഇതിൽ കാഷ്വാലിറ്റീസ് ഉണ്ടാവും, അത് നമ്മൾ സഹിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. അതായത് ഇനിയും ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് സാർ പറയുന്നത്. കുറച്ചു കാലം തുടരും. ഇനിയൊരു ഈ ഇലക്ഷൻ കഴിയണവരെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെയും കുറയും. പക്ഷേ ഈ പറഞ്ഞ മാതിരി അവർ ടാക്ടിക്സ് ആണ്. അവരിപ്പോ ഒരിക്കൽ മഞ്ഞ് വീണ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പിന്നെയും തിരിച്ചു പോകും. ബിക്കോസ് അവരവിടെ നിൽക്കില്ല. അപ്പോൾ ഒരു ഒക്ടോബർ നവംബർ വരെ ഇത് നടക്കും. ഒക്ടോബർ കഴിഞ്ഞാൽ ഇത് സൈക്ലിക്കലാണ്, നമ്മൾ കണ്ടുവരാറുള്ളത്. പക്ഷെ നമ്മൾ പണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന 2004 തൊട്ട് 2014 വരെ നോക്കുകയാണെങ്കിൽ അപ്പം നടന്ന ടെററിസ്റ്റ് അറ്റാക്കും അപ്പം മരിച്ച ആൾക്കാരും അപ്പം നടന്ന പോലീസ് ഫയറിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല ജമ്മു കാശ്മീരിൽ. വളരെ കുറച്ച്. പക്ഷെ എന്നാലും ഒരു സൈനികൻ വീരമൃത്യു വരിച്ചാലും അതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ആ ഫാമിലിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാഷ്വാലിറ്റി, പറഞ്ഞ മാതിരി കാഷ്വാലിറ്റി കുറയ്ക്കാൻ നോക്കുക. നിർത്താൻ പറ്റില്ല, ടോട്ടലി നിർത്താൻ ഇമ്പോസിബിൾ ആണ്. നടക്കും. സൂയിസൈഡ് ബോംബർ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പത്താൻകോട്ടിൽ കണ്ടതാണ്, നമ്മൾ പുൽവാമയിൽ കണ്ടതാണ്. അവർക്ക് കൊല്ലണം എന്ന് വെച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ ഗാസയിലായാലും അത് പാലസ്റ്റൈനിലായാലും അത് നമ്മൾ ലെബനനിലായാലും എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടു, ഇറാഖിലായാലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ സോൾജേഴ്സിനെ ഇനി മോട്ടിവേറ്റ് ചെയ്തിട്ട് അവർക്കറിയണം ഞങ്ങളുടെ ദേശത്തുള്ള ആൾക്കാർ ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്നുണ്ട് എന്ന്. ഈ രാഹുൽ ഗാന്ധിമാരി 1-2 പേരേ ഉള്ളൂ ഇങ്ങനത്തെ ഞങ്ങളുടെ വിരുദ്ധമായിട്ട് പറയുന്ന ആൾക്കാർ. പക്ഷെ ദേശത്തുള്ള എല്ലാ ആൾക്കാരും, ദേശസ്നേഹികളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഭാരത് സൈന്യത്തിന് അതൊരു വലിയൊരു മൊറാൽ ബൂസ്റ്റർ ആയിരിക്കും. ഓക്കെ സർ, താങ്ക് യു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.